ഹായ് വെൽക്കം. നമ്മൾ ഇപ്പോൾ ഒരു സൈക്കിൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 16 ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതിൽ 15 ആക്കിയിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ബൈനോമിയൽ തിയറം, അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഇത് കമ്പൈൻ ചെയ്തിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ടോപ്പിക്ക് ശരിക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ടോപ്പിക്കിലേക്ക് വീണ്ടും വരാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ലേറ്റർ നമുക്ക് ആകെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ, ആകെ 2 or 3. നമുക്ക് ഇനി വേറെ ടോപ്പിക്കിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇന്ന് നമുക്ക് സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഈ ടോപ്പിക്കിലത്തെ നമ്മളിതുവരെ ചെയ്യാത്ത ഒരു 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫങ്ഷൻ എഫ് ഫ്രം ആർ മൈനസ് സെറ്റ് -1 ടു ദ സെറ്റ് എ. ഇവിടെ ഡൊമൈൻ സെറ്റ് ഏതാണ്? ആർ മൈനസ് -1 ആണ്. കോഡൊമൈൻ സെറ്റ് ഏതാണ്? എ ആണ്. ഡിഫൈൻഡ് ബൈ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. അങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ സബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞത്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഓൺ ടു ആണെന്ന്, അല്ലേ? ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഓൺ ടുവിൻ്റെ കണ്ടീഷൻ നമുക്കറിയണം. എന്താണ്? കോഡൊമൈൻ സെറ്റ് തന്നെ എന്തായിരിക്കണം? ഈ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈൻ സെറ്റും സെയിം ആയിരിക്കണം, അല്ലേ? അതായത് ഇതിലത്തെ ഈ കോഡൊമൈൻ സെറ്റിലത്തെ എല്ലാ എലമെൻറ്റും ഡൊമൈൻ സെറ്റിലത്തെ ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ഇമേജ് ആയിരിക്കണം. അതാണെന്ത്? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകേണ്ടതിൻ്റെ കണ്ടീഷൻ. ദെൻ എ ഈസ് ഈക്വൽ ടു, അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കണം? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് നോക്കിയാൽ റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പർ മൈനസ് ഏതൊക്കെ സെറ്റുകളായി എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്കറിയാം. നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? 1 to 1 ഒക്കെ കണ്ടുപിടിക്കേണ്ട കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സിലെ എക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡൊമൈൻ സെറ്റിലത്തെ എലമെൻറ്റ്സ് ആയിരിക്കും, അല്ലേ? എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എക്സിൻ്റെ ഫംഗ്ഷൻ ആയിരിക്കും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അണ്ടറിൽ എക്സിന് വരുന്ന ഇമേജ് ആയിരിക്കും എന്ത്? എഫ് ഓഫ് എക്സ്. അത് ഏത് സെറ്റിത്തെ എലമെൻ്റ് ആയിരിക്കും? കോഡൊമൈൻ സെറ്റിത്തെ, അതായത് എ എന്ന് പറയുന്ന സെറ്റിത്തെ എലമെൻ്റ് ആയിരിക്കും. അത് നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുക വൈ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റും. എങ്ങനെ? വൈ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ഇതാണ് റിലേഷൻ, എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഈ റിലേഷൻ വെച്ചിട്ട് നമുക്ക് എക്സിൻ്റെ വാല്യൂസ് നമ്മൾ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക, അല്ലേ? എക്സിൻ്റെ വാല്യൂ നമുക്ക് 1 കൊടുത്ത് നോക്കാം. 1 കൊടുത്തു കഴിഞ്ഞാൽ 1/1 മൈനസ് 1 0 വരും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? 1 കൊടുക്കാൻ പാടില്ല, അതുപോലെ -1 കൊടുക്കാൻ പാടില്ല. ശരിയാണ്. എക്സിന് 1 -1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഡിനോമിനേറ്റർ 0 വരും, നോട്ട് ഡിഫൈൻഡ് കണ്ടീഷൻ വരും. ബാക്കി ഏത് വാല്യൂസും കൊടുക്കാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈൻ്റെ വാല്യൂസ് കിട്ടും. നമുക്ക് എന്താണ് വേണ്ടത്? വൈൻ്റെ വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് ചെക്ക് ചെയ്യാണ് വേണ്ടത്, അല്ലേ? എന്നിട്ട് വേണം നമുക്ക് എൻ്റെ വാല്യൂ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് എക്സ് ഇസ് ഈക്വൽ ടു വൈൻ്റെ ടേമിലുള്ള ഒരു ഇക്വേഷനായിട്ട് മാറ്റി എഴുതണം, അല്ലേ? ഇക്വേഷൻ എങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈ ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. വൈ മൈനസ് വൈ എക്സ് സ്ക്വയർ is equal to x square. y is equal to x ന്റെ ഇക്വേഷൻ ആണ് ആക്കേണ്ടത്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഓക്കെ, y is equal to x square plus y x square. എന്ത് ചെയ്യണം? x square കോമൺ എടുക്കണം. 1 plus y. y is equal to x square into 1 plus y. അതായത് x square is equal to x square is equal to y divided by 1 plus y. പിന്നെ റീഅറേഞ്ച് അല്ലേ, സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. x is equal to root of y divided by 1 plus y. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്തിട്ട് x is equal to എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും, അല്ലേ? x is equal to root of y divided by 1 plus y എന്ന് എഴുതാൻ പറ്റും. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതൊക്കെ റിയൽ നമ്പർ ആണ് ഇതിൽ പെടുകയെന്ന് വേണം, അല്ലേ? ഓൺ ടു ആയിരിക്കണം. അപ്പോൾ ഈ ഫംഗ്ഷൻ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ റിയൽ നമ്പേഴ്സും ഏതിൽ പെടണം? എ എന്ന് പറയുന്ന സെറ്റിൽ പെടണം,
അല്ലേ? അത്രയല്ലേ ഉള്ളൂ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം അല്ലേ? അതായത് -∞ മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏതൊക്കെ വാല്യൂസ് ഉണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ x = ഈ ഫംഗ്ഷൻ അതിലെ ഈ റിലേഷൻ ഡിഫൈൻഡ് ആകുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? റിയൽ നമ്പേഴ്സാണ് ഓപ്ഷനിലുള്ളത് അല്ലേ, ഇമാജിനറി അല്ല. അപ്പോൾ ആദ്യമേ നമുക്കറിയാം എന്താ, റൂട്ടിനകത്ത് എന്ത് വരാൻ പാടില്ല? മൈനസ് വരാൻ പാടില്ല. ആദ്യത്തെ കണ്ടീഷൻ എന്താ? റൂട്ടിനകത്ത് മൈനസ് വരാൻ പാടില്ല. അതായത് റൂട്ടിനകത്തുള്ള ഏതാ? y/1 + y y/1 + y കാണാമല്ലോ. y/1 + y അതെന്തായിരിക്കണം? നെഗറ്റീവ് വരാൻ പാടില്ല. നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഇവിടെ കാണാനില്ലല്ലേ, അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എന്തായിരിക്കണം? ഈ കണ്ടീഷനിൽ y/1 + y എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആദ്യത്തെ കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഡിനോമിനേറ്റർ ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 1 + y ആണ്. അത് എപ്പോഴും 0 ആകെ വൈൻ്റെ വാല്യൂ -1 വരുമ്പോൾ അല്ലേ, വൈൻ്റെ വാല്യൂ -1 വരുമ്പോൾ അല്ലേ. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? വൈൻ്റെ വാല്യൂ -1 വരാൻ പാടില്ല. ഓക്കെ, വൈൻ്റെ വാല്യൂ -1 വരാൻ പാടില്ല. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസാണ്. ഇത് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒഴിവാക്കാൻ, റിയൽ നമ്പർ സെറ്റിൽ നിന്നും ഏതൊക്കെ ഒഴിവാക്കാൻ എന്നുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് കിട്ടി റിയൽ നമ്പർ സെറ്റിൽ നിന്നും -1 ഒഴിവാക്കണം അല്ലേ. ഇനി ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. -1 ഒഴിവായി. ഇനി ഈ കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ആകുന്ന നമ്പേഴ്സ് ഏതൊക്കെ നോക്കാം അല്ലേ. അപ്പോൾ ഇതൊരു ഫ്രാക്ഷനാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 അല്ലേ, y/1 + y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള റിയൽ നമ്പേഴ്സ് എടുക്കാം, -∞ മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ അത് നോക്കുമ്പോൾ നമ്മൾ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എടുത്ത് നോക്കുമ്പോൾ ആദ്യം -∞ തുടങ്ങും. -∞ നമുക്ക് ആദ്യം നെഗറ്റീവ് നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. -∞ 0 വരെ നോക്കാം. -∞ നമുക്ക് 0 വരെ നോക്കാം. -∞ 0 വരെ നോക്കുമ്പോൾ ഫുൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും അല്ലേ, ഫുൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് ചെയ്യാം 0 മുതൽ ഇൻക്ലൂഡിങ് 0 ഇതിലെ എല്ലാ നമ്പേഴ്സും ഉണ്ടാകുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇൻക്ലൂഡിങ് 0 മുതൽ ഇൻഫിനിറ്റി വരെ പിന്നെ നോക്കാം. അതിന് നമുക്കറിയാം -1 ഇതിൽ ഒഴിവാക്കണം എന്നുള്ളത്, അത് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ -1 ഒഴിവാക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഇത് കൺസിഡർ ചെയ്യാം, പിന്നെ ഇത് കൺസിഡർ ചെയ്യാം. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ -∞ മുതൽ -1 വരെ ആദ്യം ഒരു സെക്ഷനായിട്ട് എടുക്കാം. -∞ മുതൽ -1 വരെ ഒരു സെക്ഷനായിട്ട് എടുക്കാം. പിന്നെ -1 എന്തായാലും ഇൻക്ലൂഡ് അല്ല, അപ്പോൾ ഇൻക്ലൂഡിങ് -1 വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? -1 മുതൽ 0 വരെ പിന്നെ ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം 0 മുതൽ ഇൻഫിനിറ്റി വരെ. 0 മുതൽ എന്ന് പറയുമ്പോൾ 0 ഇൻക്ലൂഡിങ് നമുക്കറിയില്ലല്ലോ വേണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. -∞ മുതൽ -1 വരെ ഇതിന് കൊടുക്കുമ്പോൾ ഇത് നമുക്ക് പോസിറ്റീവ് ആണോ, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏത്? ഈ ഫ്രാക്ഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ -∞ മുതൽ -1 വരെ വരുമ്പോൾ എങ്ങനെയായിരിക്കും? ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. മൈനസ് വാല്യൂസ് വരുന്നതിനനുസരിച്ചിട്ട് ന്യൂമറേറ്ററിൽ എന്തായിരിക്കും? നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഡിനോമിനേറ്ററിലോ -1 വരെ വരുമ്പോൾ എന്താണ്? താഴത്ത് 1 + നെഗറ്റീവ് വാല്യൂ 1-നേക്കാളും ഇതിനേക്കാളും വലിയ, ഈ 1-നേക്കാളും വലിയ നെഗറ്റീവ് വാല്യൂസ് ആണ് പിന്നെ വരുന്നത് -1 അല്ലേ. അപ്പോൾ താഴത്തും തന്നെ ആയിരിക്കും നെഗറ്റീവ് തന്നെ ആയിരിക്കും. താഴത്തും നെഗറ്റീവ് തന്നെ ആയിരിക്കും. മുകളിൽ ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും. -∞ മുതൽ -1 വരെ മുകളിൽ ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും. താഴത്തും എന്തായിരിക്കും? താഴത്തും നെഗറ്റീവ് തന്നെ ആയിരിക്കും. മുകളിലും താഴത്തും നെഗറ്റീവ് ആയതുകൊണ്ട് എന്തായിരിക്കും? ടോട്ടലി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അപ്പോൾ എന്തുണ്ട്? ഈ ഇൻ്റർവെല്ലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവെല്ല് ഓക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. അതായത് പോസിറ്റീവ്, ഈ ഫ്രാക്ഷൻ പോസിറ്റീവ് വരുന്ന കണ്ടീഷൻ എന്താണ്? -∞ മുതൽ -1 വരെ ഓക്കെയാണ്. ഇനി നമുക്ക് നോക്കാം. -1 ഓൾറെഡി ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു. -1 മുതൽ 0 വരെ നോക്കാം. -1 മുതൽ 0 വരെ നോക്കുമ്പോൾ -1-ൻ്റെയും 0-ൻ്റെയും ഇടയിലത്തെ വാല്യൂസ് നോക്കുമ്പോൾ അത് നെഗറ്റീവ് തന്നെയാണ് അല്ലേ. അത് തന്നെയാണ്, നെഗറ്റീവാണ്. ന്യൂമറേറ്ററിൽ എന്താ വരിക? നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ ന്യൂമറേറ്ററിൽ നെഗറ്റീവ് വരും. ഡിനോമിനേറ്ററിൽ 1 - 1-നേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും എന്ത് ഈ ഇടയിൽ വരുന്നത് അല്ലേ. നെഗറ്റീവ് വാല്യൂസ് 1-നേക്കാളും ചെറുതായിരിക്കും. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ പറയുക? പോസിറ്റീവ് വരെ. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് വരും. അപ്പോൾ മൊത്തത്തിൽ എന്താ പറയുക? നെഗറ്റീവ് വരെ. മൊത്തത്തിൽ നെഗറ്റീവ് വരും. അപ്പോൾ ആ ഇൻ്റർവെൽ വിടുമോ? അപ്പോൾ ഈ ഇൻ്റർവെൽ പെടില്ല. ഈ ഇൻ്റർവെൽ വിടും, ഈ ഇൻ്റർവെൽ പെടില്ല.
ഇനി അടുത്ത ഇൻ്റർവെൽ ഏതാ? 0 to infinity. 0 to infinity ഇൻ്റർവെൽ നോക്കാം. സ്വാഭാവികമായിട്ട് എന്താ പോസിറ്റീവ് വാല്യൂസ് ആണ്. അതിൽ എന്തില്ല, മുകളിൽ വൈക്ക് പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് തന്നെയാണ്. 0 കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി 0 ആകും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 സാറ്റിസ്ഫൈ ആകും. ബാക്കി എന്താ പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ പോസിറ്റീവ് ആണ്, താഴത്തെ എന്താ 1 പ്ലസ് പോസിറ്റീവ് വാല്യൂ എന്താ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഇൻ്റർവെല്ലും ഓക്കെ ആണ്. അപ്പോൾ ഏതൊക്കെ ഇൻ്റർവെൽസ് ആണ് നമുക്ക് എ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ? എ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ റിയൽ നമ്പർ മൊത്തത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? കാണാണ്ടോ? റിയൽ നമ്പർ മൊത്തത്തിൽ നമുക്ക് എഴുതാൻ പറ്റുമോ? എ എന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ നമുക്ക് എ ഈക്വൽ ടു റിയൽ നമ്പർ മൊത്തം എഴുതാൻ പറ്റില്ല. ഏതൊക്കെ ഒഴിവാക്കണം? -1 ഒഴിവാക്കണം, കഴിഞ്ഞില്ല. ഈ ഇൻ്റർവെല്ലും ഒഴിവാക്കണം അല്ലേ? അപ്പോൾ റിയൽ നമ്പറിൽ നിന്ന് നമുക്ക് -1 ഒഴിവാക്കണം. -1 മുതൽ ഈ ഇൻ്റർവെല്ല് ഒഴിവാക്കി കൊടുത്താൽ മതി അല്ലേ? -1 മുതൽ ഈ ഇൻ്റർവെല്ല് ഒഴിവാക്കി കൊടുത്താൽ മതി. 0 വരെയുള്ള ഇൻ്റർവെല്ല് ഒഴിവാക്കി കൊടുത്താൽ മതി. അല്ല, -1 ഇൻക്ലൂഡിംഗ് ആണ്. -1 ഇൻക്ലൂഡിംഗ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഏതാണ് ആൻസർ വരെ? R-1 to 0. ഈ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ അല്ലേ? എൻ്റെ വലിയ എല്ലാ റിയൽ നമ്പറും പെടില്ല, പകരം R- എന്ത് ചെയ്യണം? -1 മുതൽ 0 വരെയുള്ള ഇൻ്റർവെൽ എന്ത് അതിൽ നിന്ന് ഒഴിവാക്കി. ഓക്കെ. ക്വസ്റ്റ്യൻ: 2 newspapers A and B are published in a city. ഓക്കെ, അപ്പോൾ സെറ്റ്സിൻ്റെ ക്വസ്റ്റ്യനാണ്, നമുക്കറിയാം ഫസ്റ്റ് ഇയറിൽ കുറേ ചെയ്ത ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, പക്ഷേ ഇത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 2 newspapers A and B are published in a city. It is known that 25% of the city population reads A and 20% reads B, while 8% reads both A and B. Further, 30% of those who read A but not B look into advertisements. അവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ പോലെ ആകും. And 40% of those who read B but not A also look into advertisements. While 50% of those who read both A and B look into advertisements. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷനുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? നോക്കുന്നുണ്ട്. Then the percentage of the population who look into, ഇവിടെ who എന്നാണ്, who look into advertisements is, ഇവിടെ who എന്നാണ്. ഓക്കെ, who look into കാണാനില്ല, who look into advertisements is അതാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ ഇപ്പോൾ പെർസെൻറ്റേജിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, മൊത്തം 100 ആളുണ്ടെന്ന് കൺസിഡർ ചെയ്യുക അല്ലേ? അതിൽ എന്തൊക്കെ തന്നിട്ടുള്ളത്? ന്യൂസ് പേപ്പർ എ വായിക്കുന്നവർ 25% ആണ്, ബി വായിക്കുന്നവർ 20% ആണ്, രണ്ടും കൂടെ വായിക്കുന്നവർ 8% ആണ്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ വെൻ ഡയഗ്രാം വരക്കണം, എങ്കിലേ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ അഡ്വർടൈസ്മെൻ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ. മൊത്തം എത്ര പെർസെൻറ്റേജ്, മൊത്തം ആളുകളിൽ എത്ര പെർസെൻറ്റേജ് ആളുകളാണ് അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്നുള്ളത് ഇതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ കേസ് എടുക്കുമ്പോൾ എ വായിക്കുന്നു, ബി വായിക്കാത്തവർ അല്ലേ, അതൊക്കെ നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? വെൻ ഡയഗ്രാമിൽ നിന്ന് കിട്ടും. എ വായിക്കുന്നു, ബി വായിക്കാത്തവർ അല്ലേ, അതിൻ്റെ 30% ആണ് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നോക്കണത്. അതേപോലെ ബി വായിക്കുന്നു, എ വായിക്കാത്തവർ, അതിൻ്റെ 40%. പിന്നെയോ രണ്ടും വായിക്കുന്നവർ അല്ലേ, ബോത്ത് എ ആൻഡ് ബി, എയും ബിയും വായിക്കുന്നവർ, അതിൻ്റെ 50% ആണ് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നോക്കണത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ആളുകളാണ്, എത്ര പെർസെൻറ്റേജ് ആളുകളാണ് എന്ത് ചെയ്യുന്നത്? അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യണം? വെൻ ഡയഗ്രാം മസ്റ്റായിട്ട് നമ്മൾ വരച്ചിരിക്കണം. അപ്പോൾ ഈ പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? വെൻ ഡയഗ്രാം വരക്കാം. ഓക്കെ, നേരത്തെ ഓപ്ഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് എഴുതിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ ഡയഗ്രാം വരക്കാം. വെൻ ഡയഗ്രാം അല്ലേ, മൊത്തത്തിൽ 100 ആളുകൾ. അപ്പോൾ 2 ടൈപ്പ് ന്യൂസ് പേപ്പേഴ്സാണുള്ളത്, 2 വായിക്കുന്നവരുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 ബബിൾ വരക്കാം, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന 2 ബബിൾസ് വരക്കാം. ഒന്ന് എ, ഒന്ന് ബി. ഓക്കെ, ഇതിൽ എ ന്യൂസ് പേപ്പർ വായിക്കുന്നവർ എത്ര ആളുണ്ട്? 25 ആളുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ 25 എഴുതാൻ പറ്റുമോ? പറ്റില്ല. പകരം എന്തുണ്ട്? 2 വായിക്കുന്നവർ എത്ര ആളുണ്ട്? 8%, അതായത് 8 ആളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ വെറും എ വായിക്കുന്നവർ, 2 വായിക്കുന്നവർ എത്ര പേരുണ്ട്? 8 അല്ലേ. അപ്പോൾ ഇവിടെ 8 നമുക്ക് എഴുതാം. പിന്നെയോ എ വായിക്കുന്നവർ 25 ആളല്ലേ,
അപ്പോൾ എ എന്ന് പറയുമ്പോൾ ടോട്ടൽ 8 പ്ലസ് എത്രയാണ് 25 8 പ്ലസ് എത്രയാണ് 17 അല്ലേ. അപ്പോൾ എ വായിക്കുന്നവർ 17 കിട്ടി. എ വായിക്കുന്നവർ 25ആണ്, എ മാത്രം വായിക്കുന്നവരാണ് നമുക്ക് കിട്ടിയില്ലേ 17. അതേപോലെ ബി വായിക്കുന്നവർ എത്ര വരാം 20 ആളാണ്, 20% ആണ്. രണ്ടും കൂടെ വായിക്കുന്നവർ 8 ആളുണ്ട്. അപ്പോൾ ബി മാത്രം വായിക്കുന്ന എത്ര കിട്ടും നമുക്ക് 20 എന്ന് പറയുമ്പോൾ 12 കിട്ടും. ഓക്കെ, ഇത്രയും കാര്യം കിട്ടി. ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എന്താ ഫർദർ 30% ഓഫ് ദോസ് ഹൂ റീഡ് എ ബട്ട് നോട്ട് ബി ലുക്ക് ഇൻ ടു അഡ്വർടൈസ്മെൻറ്റ്സ്. ആദ്യത്തെ കേസ് എ വായിക്കുന്നുണ്ട് ബി വായിക്കാത്തവർ. അത് എങ്ങനെയാണ് നമ്മൾ പറയാൻ, എ വായിക്കുന്നു ബട്ട് ബി വായിക്കുന്നില്ല, ബി ഡാഷോ അല്ലെങ്കിൽ ബി കോംപ്ലിമെൻറ്റോ എങ്ങനെയാണല്ലോ എഴുതാം അല്ലേ. അത് എത്ര ആളുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്നുണ്ട്. എത്ര % ആണ് 30% അല്ലേ, 30% ആണ് അതിൻ്റെ 30%. അതിൻ്റെ അല്ല സോറി, അതായത് എ വായിക്കുന്നുണ്ട് ബി വായിക്കാത്തവർ, അതാദ്യം നമുക്കറിയണം. അതിൻ്റെ 30% ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ വായിക്കുന്നു ബി വായിക്കാത്തവർ ഏതാണ് 17. ഈ 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, രണ്ടും കൂടെ വായിക്കുന്നവർ. അപ്പോൾ എ വായിക്കുന്നുണ്ട് ബി വായിക്കാത്തവർ അല്ലേ, അതിൻ്റെ അതായത് ഈ ആളുകൾ ഇതിൻ്റെ എത്ര % ആണ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇതിൻ്റെ എത്ര % ആണ് നോക്കുന്നത് 30% ആണ് അല്ലേ. 30% ഓഫ് എന്താണ് ഇത് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്, ബി വായിക്കാതെ എ വായിക്കുന്നവർ. പിന്നെ 40% ബി വായിച്ചിട്ട് എ വായിക്കാത്തവരുടെ 40% ഓഫ് ബി വായിച്ചിട്ട് അല്ലേ, ബി വായിച്ചിട്ട് എ വായിക്കാത്തവർ അവരുടെ 40%. പിന്നെയോ രണ്ടും വായിക്കുന്നവരുടെ 50%. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടും വായിക്കുന്നവരുടെ 50% ഓഫ് രണ്ടും വായിക്കുന്നവർ എത്രയാണ് നമുക്കറിയാം, എ ഇൻ്റർസെക്ഷൻ ബി എത്രയാണ്, ഇതിൻ്റെ വാല്യൂസ് നമുക്ക് അറിയാം അല്ലേ. നോക്കാം, 30% ഓഫ് എ വായിക്കുന്നു ബി വായിക്കാത്തവർ എത്രയാണ് 17 ആണ്. അതായത് 30% ഓഫ് 17. ടോട്ടൽ അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്നവരാണ് നമുക്ക് കിട്ടിയുള്ളത്. ഇതേ പ്ലസ് ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. 30% ഓഫ് 17. പിന്നെ 40% ഓഫ് എ വായിക്കുന്നില്ല ബി വായിക്കുന്നവർ എത്ര പേരുണ്ട് 12 ആണ്. അപ്പോൾ 40% ഓഫ് 12 അല്ലേ. പിന്നെയോ 50% ഓഫ് രണ്ടും വായിക്കുന്നവർ എത്ര 8 ആണ്. 8ൻ്റെ 50% എത്ര 4 ആണ് അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ഓക്കെ, അതായത് 30% ഓഫ് 17 എന്ന് പറയുമ്പോൾ എത്രയാണ് 17 ഇൻറ്റു 0.3 പ്ലസ് 0.4 ഇൻറ്റു 12 ഇൻറ്റു 0.4 പ്ലസ് എത്രയാണ് 4 അല്ലേ. ഈ 3 കാര്യങ്ങൾ ആഡ് ചെയ്താൽ പോരെ, ഇവിടെ കാണുന്നില്ല. അത് 12 ഇൻറ്റു 0.4 പ്ലസ് 4. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്. 17 ഇൻറ്റു 3 എത്രയാണ് നമുക്കറിയാം 51 ആണ് അല്ലേ. 51 അല്ലേ, അപ്പോൾ 55.1 കിട്ടും. പിന്നെ 12 ഇൻറ്റു 4 എത്രയാണ് 48, അപ്പോൾ 4.8. പിന്നെ 4 കൂടെ അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 9. 8 പ്ലസ് 5 എത്രയാണ് 13.9 കിട്ടും. അപ്പോൾ എത്ര കിട്ടും 13.9 കിട്ടും. അപ്പോൾ ഏതാണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇത്രയും % ആളുകൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റ് നോക്കുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ എ ക്ലാസ് ഓഫ് 140 സ്റ്റുഡൻസ് നമ്പേർഡ് 1 to 140, all even numbered students opted mathematics course. Those whose number is divisible by 3 opted physics course, and those whose number is divisible by 5 opted chemistry course. അപ്പോൾ ഇവിടെ നോക്കിക്കാൻ സെറ്റിലത്തെ അതേ പ്രോബ്ലം തന്നെയാണ്, പക്ഷേ 3 ടൈപ്പ് കോഴ്സുകളാണ് ഇവിടെ പറയണത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് വരയ്ക്കുമ്പോൾ കമ്പൈൻ ചെയ്തിട്ട് എടുത്തവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ എന്ത് ചെയ്യണം, 3 കമ്പൈൻ ചെയ്തിട്ട് വരക്കണം. ഇങ്ങനെ വരക്കേണ്ടി വരും അല്ലേ. ഫിസിക്സ് എങ്ങനെയാണ്, മാത്സ് ഫിസിക്സ് കെമിസ്ട്രി അല്ലേ, മാത്സ് ഫിസിക്സ് കെമിസ്ട്രി. ഓക്കെ, ഞാൻ ജസ്റ്റ് വരച്ചെന്നുള്ളൂ. divisible by 5 opted chemistry course. Then the number of students who did not opt of any of the 3 courses. ഒരു കോഴ്സ് എടുക്കാത്ത കുട്ടികൾ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചുള്ളത്. ഇവിടെ നോക്കിക്കാൻ ടോട്ടൽ 140 സ്റ്റുഡൻസ് ഉണ്ട്. ശരി, 140 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ
എല്ലാവരുടെ നമ്പേഴ്സ് അങ്ങനെ 1 മുതൽ 140 വരെയാണ്. ഓൾ ഈവൻ നമ്പേർഡ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ പല കേസുകളാണ്. ഇതിപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്പേഴ്സ് എഴുതാൻ പറ്റുമോ? അതായത് ഇപ്പോൾ ഈവൻ നമ്പർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് മൊത്തം ഏതെടുത്തിട്ടുണ്ട്? മാത്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഈവൻ നമ്പർ സ്റ്റുഡൻസിൽ തന്നെ ഏത് വരും? 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വരും, 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് വരും. അപ്പോൾ ഡയറക്റ്റ് നമുക്കിട്ട് എഴുതാൻ പറ്റില്ല. പിന്നെ നോക്കിക്കാൻ അപ്പോൾ നമ്മളിത് എഴുതി തുടങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണം? നമുക്കറിയണതൊക്കെ ആദ്യമേ ഇതിൽ നിന്ന് കിട്ടണത് എഴുതാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും മാത്സ് എടുത്ത സ്റ്റുഡൻസ് ഏതാണ്? ഈവൻ നമ്പറുള്ള സ്റ്റുഡൻസ് മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്? മാത്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് മാത്സ് എന്താണ്? ടോട്ടൽ 140 അല്ലേ? അതിൽ 140ൻ്റെ പകുതി സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? ഈവൻ നമ്പർ അല്ലേ? 2 മുതൽ 140 വരെയുള്ള 140/2 എത്രയാണ്? 70 സ്റ്റുഡൻസ്. അത് നമുക്കറിയാം എന്താ? 70 സ്റ്റുഡൻസ് എന്താ? മാത്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് സിമ്പിളായിട്ട് കിട്ടും. ഇനി മാത്സ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? ഡിവിസിബിൾ ബൈ 3 എന്ത് ചെയ്തിട്ടുണ്ട്? ഫിസിക്സ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 140ൽ എത്ര 3 പോകും? അത് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ വഴി ചെയ്ത് നോക്കിയാൽ അല്ലേ? നമ്പർ ഓഫ് ഫിസിക്സിൻ്റെ സ്റ്റുഡൻസും അതേപോലെ കെമിസ്ട്രീൻ്റെ ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ ഫിസിക്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റണം. ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? 3, 6 മുതൽ അങ്ങനെ പോയിട്ട് 140ൻ്റെ അവിടെ എത്തുമ്പോൾ 138 ആണ് നമ്പർ അല്ലേ? 3 + 8 11 12 138 ആണ് അവസാനത്തെ നമ്പർ വരെ. 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള. 5 കൊണ്ടൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇതിൽ എത്ര കുട്ടികളുണ്ടാവും? 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളതിൽ നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ? നമുക്കറിയാം AP അല്ലേ? അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ അറിയാം A(n = A1 + n-1 D. അതിൽ വെച്ച് ചെയ്ത് നോക്കുമ്പോൾ എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. A(n) എന്താണ്? 138 ആണ്. 138 = 3 + n-1 കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 135 ആവും അല്ലേ? 135 = n-1 × 3 എന്ത് ചെയ്യും? n-1 ആകും. ഈ -1 എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്നെ നമുക്ക് കിട്ടും n = 135/3 + 1 എന്ന് കിട്ടും അല്ലേ? എന്ത് കിട്ടും? 135 + 3 എത്രയാണ്? 138. 138/3 138/3 എത്രയാണ്? 4. ബാക്കി 18ൽ 3 എത്ര? 6 അല്ലേ? അപ്പോൾ 46 സ്റ്റുഡൻസ് ഉണ്ടാവും എന്ത്? 3 കൊണ്ട് ഡിവിസിബിൾ ആയിട്ട് നമ്പർ ഉള്ളത്. അപ്പോൾ നമ്പർ ഓഫ് ഫിസിക്സ് എടുത്ത കുട്ടികൾ എത്ര ഉണ്ടാവും? 46. ഓക്കെ. കെമിസ്ട്രി എടുത്ത കുട്ടികളുടെ എണ്ണം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 5 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളതാണ് കെമിസ്ട്രി എടുത്തത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്പേഴ്സ് വരുമ്പോൾ 5, 10 up to 140 വരെ. അപ്പോൾ നമുക്ക് ഈ A(n = A + n-1 × D ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 140 = 5 + n-1 × 5 അല്ലേ? 5 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 135 വരും. 135/5 എന്ന് പറയുമ്പോൾ n-1 എത്ര കിട്ടും നമുക്ക്? 27 കിട്ടും. +1 എത്ര? 28. അപ്പോൾ 28 സ്റ്റുഡൻസ് ഉണ്ടാവും കെമിസ്ട്രി ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 28 സ്റ്റുഡൻസ് ആണ് നമുക്ക് കെമിസ്ട്രി ഓപ്റ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കിട്ടുക അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മളെന്ത് ചെയ്യണം? മാത്സും അതേപോലെ ഫിസിക്സ് എടുത്തവർ, അതേപോലെ മാത്സും കെമിസ്ട്രി എടുത്തവർ, ഫിസിക്സും കെമിസ്ട്രി എടുത്തവർ അല്ലേ? മാത്സും അതേപോലെ ഫിസിക്സ് എടുത്തവർ, അതേപോലെ മാത്സും കെമിസ്ട്രി എടുത്തവർ, അതുപോലെ ഫിസിക്സും കെമിസ്ട്രി എടുത്ത കുട്ടികൾ അല്ലേ? ഓക്കെ, ഇതാണ് ഇനി നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്സും ഫിസിക്സും എടുത്തു. മാത്സും ഫിസിക്സും എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 2 കൊണ്ട് 3 കൊണ്ട് 5 കൊണ്ടാണ്. മാത്സും ഫിസിക്സും എടുക്കുക എന്ന് പറഞ്ഞാൽ 2ഉം 3 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള അല്ലേ? 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ, 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് 6, 12 എന്ന് പറഞ്ഞിട്ട് പോകും അല്ലേ? 6, 12 എന്ന് പറഞ്ഞിട്ടല്ല പോകും. 2ൻ്റെ 3ൻ്റെ LCM ഏതാ? 6 അല്ലേ? 6 കൊണ്ട് ഇങ്ങനെ പോകും അല്ലേ? അതായത് 120, 126, 132, 138. 138 ആയിരിക്കും 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ലാസ്റ്റ് നമ്പർ. നോക്കുകയാണെങ്കിൽ എന്തായിട്ട് നമുക്ക് 138 = 6 + n-1 × കോമൺ ഡിഫറൻസ് 6 ആണ്. 132 / 6 n-1 കിട്ടും. എത്ര കിട്ടുക? 2, 12, 2 + 1 23 സ്റ്റുഡൻസ് ഉണ്ടാവും. 23 സ്റ്റുഡൻസ് എന്തുണ്ടാവും? മാത്സും അതേപോലെ തന്നെ ഫിസിക്സും എടുത്ത സ്റ്റുഡൻസ് എത്ര ആളുണ്ടാവും? 23 ആളുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? മാത്സും കെമിസ്ട്രി എടുത്ത സ്റ്റുഡൻസിന് കിട്ടണം.
മാത്സും കെമിസ്ട്രി എടുത്തത്. മാത്സും കെമിസ്ട്രി എടുക്കുക എന്ന് പറയുമ്പോൾ ഏതാണ് 2 കൊണ്ടും 5 കൊണ്ടും 2ന്റെ 5ന്റെ ഡിവിസിബിൾ ആയിട്ടുള്ളത്, അതായത് 10 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ളത്. 10 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 140 14 നമ്പേഴ്സ് അല്ലേ? നമുക്ക് ഡയറക്റ്റ് ചെയ്താൽ പറ്റും. 140/10 എന്ന് പറയുമ്പോൾ കാരണം കറക്റ്റ് ആണല്ലോ, 140 ചെന്നിട്ട് നിൽക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 14 നമ്പേഴ്സ് കിട്ടും. ഇനി എന്താ വേണ്ടത്? ഫിസിക്സും കെമിസ്ട്രിയും കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള, അതായത് ഫിസിക്സും കെമിസ്ട്രിയും, അതായത് 3 കൊണ്ടും 5 കൊണ്ടും ഡിവിസിബിൾ ആയിട്ടുള്ള, അതായത് 15 അല്ലേ, 15 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് ജസ്റ്റ് നോക്കാം. 15, 30, 45, 60, 75, 90, 105, 105, 120, 135, 9 വരും അല്ലേ? 9 വരും. ഇനി അതാണ് നമുക്ക് എല്ലാം ഓപ്റ്റ് ചെയ്ത കുട്ടികൾ അല്ലേ? എല്ലാം ഓപ്റ്റ് ചെയ്ത കുട്ടികൾ, അതായത് മാത്സ് ആൻഡ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എല്ലാം ഓപ്റ്റ് ചെയ്ത കുട്ടികൾ. എല്ലാം ഓപ്റ്റ് ചെയ്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ ഏതാ? 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം, അതേപോലെ 5 കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കണം. 2, 3, 5, 2, 3, 5 3 കൊണ്ട് ഡിവിസിബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? ഇത് 3ന്റെയും LCM, 3ന്റെയും കൂടെ LCM എന്താ? 2 × 3 × 5 എത്രയാണ്? 15, 30 ആണ് അല്ലേ? അപ്പോൾ 30 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 140 വരെ. 30, 60, 90, 120. പിന്നെ അപ്പോൾ 4 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ 4 നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ഫില്ല് ചെയ്തിട്ട് വെക്കാൻ പറ്റും. ടോട്ടൽ 140 സ്റ്റുഡൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാം കൂടെ കൂട്ടിയിട്ട് 140 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സബ്ജക്റ്റും ഓപ്റ്റ് ചെയ്യാത്ത കുട്ടീനെ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇത്തരം കാര്യങ്ങൾ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഫോർമുല അറിയാം. ഒരു 3 സെറ്റുകൾ A, B, C, അങ്ങനെ 3 സെറ്റ്സ് ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു സെറ്റിൽ ഇൻക്ലൂഡഡ് ആവുന്ന ഒരാളെ എലമെന്റിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണെന്ന് N of A യൂണിയൻ B യൂണിയൻ C അല്ലേ? അതിന്റെ ഇക്വേഷൻ എന്താ? N of A പ്ലസ് N of B പ്ലസ് N of C മൈനസ് N of A ഇന്റർസെക്ഷൻ B മൈനസ് N of A ഇന്റർസെക്ഷൻ C മൈനസ് N of B ഇന്റർസെക്ഷൻ C പ്ലസ് N of A ഇന്റർസെക്ഷൻ B ഇന്റർസെക്ഷൻ C. ഇതിൽ അവസാനം എന്ത് ചെയ്യണം? അത് പ്ലസ് ചെയ്യണം. എല്ലാം കൂടെ കോമൺ ആയിട്ടുള്ള എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം. അതുപോലെ നമുക്കിവിടെ ചെയ്ത് നോക്കാം. ഡയറക്റ്റ് ആൻസർ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളൂ? നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത ആളെ അങ്ങനെ നമുക്ക് കിട്ടും അല്ലേ? അത് N of M യൂണിയൻ P യൂണിയൻ C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പിന്നെ എന്ത് ചെയ്യണം? 140 ഏതെങ്കിലും ഒന്ന് ഓപ്റ്റ് ചെയ്ത ആളെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഒന്നും ഓപ്റ്റ് ചെയ്യാത്ത ആളെ കിട്ടും. ഓക്കെ, എന്ത് നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇവിടെ എക്ക് പകരം മാത്സ് ആണ്, ഫിസിക്സ് ആണ്, കെമിസ്ട്രി ആണ്. അപ്പോൾ അത് ചെയ്ത് തുടങ്ങാം. എത്ര കിട്ടും? 70 പ്ലസ് 46 പ്ലസ് 28 മൈനസ് 23 മൈനസ് 14 മൈനസ് 9 പ്ലസ് 4. ഓക്കെ, ഇതൊരു ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്ത ആളെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 70 പ്ലസ് 40 110 130 130 130 14 130 14 എത്രയാണ്? 130 14 എത്രയാണ്? 144 അല്ലേ? ശരിക്കും 144. പിന്നെ പ്ലസ് 4 എത്ര കിട്ടും? പ്ലസ് 4 അവിടെ ഇവിടെ എത്ര? മൈനസ് ചെയ്യണം അല്ലേ? കാണാനില്ലേ? ഓക്കെ, മൈനസ് ചെയ്യണം. 23 മൈനസ് 14 എത്രയാണ്? 27 37 46 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 148 ഇത് രണ്ടും കൂടെ കൂട്ടും 148 മൈനസ് 46 എത്ര കിട്ടും? 102 കിട്ടും. 102 എന്നാണ് കിട്ടുക. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത സ്റ്റുഡൻസ് എത്ര ആളുണ്ട്? 102 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുക്കാതെ സ്റ്റുഡൻറ്റിന് കിട്ടാൻ എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൽ നിന്നും എന്ത് ചെയ്താൽ മതി? 102 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 140 മൈനസ് 102 എത്രയാണ്? 38 ഉണ്ടല്ലോ ഓപ്ഷൻ. അപ്പോൾ ആൻസർ എത്രയാണ്? C ആണ്, ഓപ്ഷൻ C. Fourth question, let fk of x is equal to 1 by k into sin raised to kx plus cos raised to kx. ഓക്കെ, ഫംഗ്ഷൻ എങ്ങനെ തന്നുള്ള fk of x is equal to 1 by k into sin raised to k 1 by k into sin raised to kx plus cos raised to kx for k is equal to 1 2 3 etc. അതിൻ്റെ അർത്ഥം എന്താണ്?
f1 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1/1 ഇൻറ്റു സൈൻ റേസ് ടു 1x പ്ലസ് കോസ് റേസ് ടു 1x. ഓക്കെ, അങ്ങനെയാണ്. ദെൻ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ, എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ, എക്സ് ചെയ്ത് കൊടുക്കുക. ദ വാല്യൂ ഓഫ് f4 ഓഫ് എക്സ് മൈനസ് f6 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം f4 ഓഫ് എക്സ് കാണേ, f6 ഓഫ് എക്സ് കാണേ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. f4 ഓഫ് എക്സ് നമുക്ക് എഴുതി നോക്കാം. f4 ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും 1/4 അല്ലേ. f4 ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 1/4, കേൻ്റെ അവിടെ 4 ഇട്ട് കൊടുക്കണം. 1/4 ഇൻറ്റു സൈൻ റൈസ് ടു 4x പ്ലസ് കോസ് റൈസ് ടു 4x. ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്യണം അല്ലേ. സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമൺ ടേംസ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇതിലുള്ള ടേംസ് ഇതിലുണ്ടായിരിക്കണം, ഇതിലുള്ള ടേംസ് ഇതിലുണ്ടാക്കണം അല്ലേ, എങ്കിലേ നമുക്ക് മൈനസ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ f4 ഓഫ് എക്സ് നമ്മൾ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ f6 ഓഫ് എക്സ് എന്തായിരിക്കും 1/6 ഇൻറ്റു സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതിയോണ്ട് നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, സിംപ്ലിഫിക്കേഷൻ ചെയ്യണം അല്ലേ. 1/4 കോമൺ ഉണ്ട്, ബാക്കി എന്ത് ചെയ്യും, ഇത് നമുക്കറിയാം. എന്ത് ചെയ്യാം, നമുക്കൊരു പ്രോബ്ലം അറിയാമല്ലോ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്താണ് 1 ആണ് അല്ലേ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അതേപോലെ നമുക്ക് അറിയാം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab അല്ലേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അതേപോലെ എഴുതാം. സൈൻ സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ, സൈൻ സ്ക്വയർ ഹോൾ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ ഫോമാറ്റിലായില്ലേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമാറ്റിലായില്ലേ. നമുക്ക് എന്ത് ചെയ്താൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 2ab. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൈൻ സ്ക്വയർ എക്സ് ആണ്, ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ആണ്. ഫിസിക്കലി 1/4 ഇൻറ്റു എന്ത് ചെയ്താൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് അല്ലേ ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ എന്താ ഇത് ഇൻറ്റു ബി അല്ലേ. സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് അല്ലേ. ഇത് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 ഉണ്ട്. ഇതെന്താണ്, ഇത് 1 ആയി മാറും അല്ലേ. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 അല്ലേ, ഹോൾ സ്ക്വയർ 1 മൈനസ് 2 ഇൻറ്റു സൈൻ എക്സ് കോസ് എക്സ്. നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ്, 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ്, 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ് സൈൻ 2x ആണ്. സൈൻ 2x ആണല്ലോ നമുക്കറിയാം. എന്തിനാണ് ഇപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ് സൈൻ 2x ആണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇവിടെ സ്ക്വയർ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു 2ക്കും കൂടെ സ്ക്വയർ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് 2 സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അതായത് സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 2 സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ്. 2 സ്ക്വയറിന് എഴുതാമെന്നുണ്ടെങ്കിൽ /2 കൂടെ കൊടുക്കണം അല്ലേ. ഈക്വൽ ടു 1/4 ഇൻറ്റു 1 മൈനസ് ഇതെന്തായിട്ട് എഴുതാൻ പറ്റും നമുക്ക് 1/2 ഇൻറ്റു ഈ ടൈമിനെ എന്ത് ചെയ്യാൻ പറ്റും, സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫൈനൽ വാല്യൂ എന്താണ്, ഇതിൻ്റെ ഫൈനൽ വാല്യൂ എന്താണ്, ഫൈനൽ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റും. ഈക്വൽ ടു 1/4 എടുക്കാം. 1/4 മൈനസ് 1/8 സൈൻ 2x ഹോൾ സ്ക്വയർ. ഓക്കെ, അതായത് f4 ഓഫ് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടി നമുക്ക് 1/4 മൈനസ് 1/8 സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഏതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, f6 ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. അതെന്താണ്, ഇതിൽ നോക്കുമ്പോൾ 1/6 ഇൻറ്റു സൈൻ റൈസ് ടു 6x പ്ലസ് കോസ് റൈസ് ടു 6x. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ എങ്ങനെ എഴുതാം, സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് അല്ലേ, സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ക്യൂബ്, അല്ലെങ്കിൽ
സൈൻ ക്യൂബ് എക്സ് സ്ക്വയർ പ്ലസ് കോസ് ക്യൂബ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം, സ്ക്വയർ വെച്ചിട്ട് എഴുതാം. സയൻസ് അല്ലേ, നേരെ തിരിച്ച് എഴുതാം. കാരണം എന്താ, സ്ക്വയർ ടൈംസ് ആകുമ്പോൾ നമുക്ക് 1 ആയിട്ട് മാറും. 1/6 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ക്യൂബ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ക്യൂബ് ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോമാറ്റ് ആയിരുന്നു. ഇവിടെ എന്താ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ള ഫോമാറ്റാണ്. നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് എഴുതണം അല്ലേ. അതിന് നമുക്ക് ചില പ്രോപ്പർട്ടീസ് അറിയാം അല്ലേ. അതായത് ഇതൊക്കെ മായ്ക്കാം, ഇത് നമുക്കിവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ മായ്ക്കാം. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ ക്യൂബ് പ്ലസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ പ്ലസ് ബി ക്യൂബ് അല്ലേ. അതായത് ഇതിൽ നിന്ന് വേണം നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് കിട്ടും, നേരത്തെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയ പോലെ. അതായത് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി മൈനസ് 3ab സ്ക്വയർ. ഓക്കെ അല്ലേ. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ഹോൾ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി മൈനസ് 3ab സ്ക്വയർ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ സ്ക്വയർ എക്സ് ആണ്. ബി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി തുടങ്ങാം. വിച്ച് ഈസ് ഈക്വൽ എന്ന് കിട്ടിയാൽ നമുക്ക് ഈ ഫോമാറ്റ് എഴുതുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു എ പ്ലസ് ബി ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി ഓക്കെ 3a സ്ക്വയർ ബി എന്ന് എഴുതണം. 3a സ്ക്വയർ ബി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എന്താണ്, സൈൻ റൈസ് ടു 4x ഇൻറ്റു ബി എന്താ, കോസ് സ്ക്വയർ എക്സ് ആണ്. മൈനസ് 3ab സ്ക്വയർ 3a എന്താണ്, സൈൻ സ്ക്വയർ എക്സ് ആണ്. ബി എന്താ, കോസ് സ്ക്വയർ എക്സിൻ്റെ സ്ക്വയർ എന്താണ്, കോസ് റൈസ് ടു 4x ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് ഇതിനെ മുകളിലേക്ക് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് പോകുമ്പോൾ എന്ത് കിട്ടും, മുകളിലേക്ക് പോകുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു ഇതെന്താ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഹോൾ ക്യൂബ് എന്താണ് 1 ആയിട്ട് മാറും. 1 മൈനസ് 3. നമുക്ക് ഈ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് എന്ത് ചെയ്യുക, കോമൺ എടുക്കാം. 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക, ഇവിടെ എന്താ വരിക, ഒരു സൈൻ സ്ക്വയർ എക്സും അതേപോലെ ഇവിടെ എന്താ വരിക പ്ലസ് മൈനസ് ആണ് നമ്മൾ കോമൺ എടുത്തത്, പ്ലസ് കോസ് സ്ക്വയർ എക്സും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 1 മൈനസ് 3 സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു 1 വരും അല്ലേ. എത്രയും കിട്ടും നമുക്ക്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി 1/6 നമുക്ക് അകത്തേക്ക് എടുക്കാം. ഈസ് ഈക്വൽ ടു 1/6 മൈനസ് 1/6 ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 3/6 എത്ര, 1/2 ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണ്, സൈൻ 2x ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വേണം, നമുക്ക് ക്യൂ സ്ക്വയറും കൂടെ ആഡ് ചെയ്യാണെങ്കിൽ എന്ത് കിട്ടും, ഇവിടുത്തെ പോലെ നമുക്ക് സൈൻ 2x എന്നുള്ള ഫോമാറ്റിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഈക്വൽ 1/6 മൈനസ് 1/2 ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യണം, 2 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കാം. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്ക്വയർ ആഡ് ചെയ്യുക. താഴത്ത് എന്ത് ചെയ്യണം, 2 സ്ക്വയർ ഡിവൈഡ് ചെയ്യുക. 2 സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് അല്ലേ. എത്ര കിട്ടും നമുക്ക്, ഈക്വൽ 1/6 മൈനസ് 1/2 ഇൻറ്റു താഴത്ത് നിന്ന് 4 കൊടുക്കുന്നല്ലേ, 1/8 എന്ന് വരും. 1/8 ഇൻറ്റു ഇത്ര അടിയാൽ എന്തായി മാറും, സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയല്ലേ, നമ്മളോട് എന്താ ചോദിച്ചുള്ളത്, f4 മൈനസ് f6 ആണ് ചോദിച്ചിട്ടുള്ളത്. f4 നമുക്ക് എന്ത് കിട്ടി, 1/4 മൈനസ് 1/8 ഇൻറ്റു സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയിട്ട് f6 എന്താ 1/6 മൈനസ് 1/8 സൈൻ 2x ഹോൾ സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ഇതാണ് മൈനസ് ചെയ്യേണ്ടത് അല്ലേ. ഇതിൽ നിന്ന് അത് മൈനസ് ചെയ്യുമ്പോൾ കിട്ടും നമുക്ക് രണ്ടിലും കോമൺ ടേംസ് ഏതാണുള്ളത്,
ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇത് രണ്ടിനും കോമൺ ടൈം ഏതാണുള്ളത്? ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുമ്പോൾ ഇത് രണ്ട് കോമൺ അല്ലേ. അപ്പോൾ ഇതും ക്യാൻസൽ ആയി പോകും. പിന്നെ 1/4 മൈനസ് 1/6 എന്ന് വരും. ഓക്കെ, അതായത് f(4) മൈനസ് f(6) ആണ് നമ്മൾ ചെയ്യുന്നത്. 1/4 മൈനസ് 1/6 എന്ന് കിട്ടും. ഓക്കെ, 1/4 മൈനസ് 1/6 ഓപ്ഷൻ ഉണ്ടോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 മൈനസ് 4/24 2/24. 2/24 എത്ര? 1/12. 1/12 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് അല്ലേ. 1/12 അല്ലേ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് f of x is equal to x square. X belongs to real number. For any a is a subset of R. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ആയിരിക്കും. ഓക്കെ, സെറ്റ് തന്നെയാണ്. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ ഡിഫൈൻഡ് g of a. വേറൊരു ഫംഗ്ഷനാണ് g of a. ആ ഫംഗ്ഷൻ എക്സിൻ്റെ മുകളിലല്ല, ഒരു സെറ്റിൻ്റെ മുകളിലാണ് പറഞ്ഞിട്ടുള്ളത്. g of a is equal to സെറ്റ് x belongs to real number such that f of x belongs to a. f of x എന്തായിരിക്കും? f of x കിട്ടുന്നത് a എന്ന് പറയുന്ന സെറ്റിൽ ഉള്ളതായിരിക്കും. ഓക്കെ, x belongs to real number ആണ്. f of x കിട്ടണമുണ്ടല്ലോ, അതായത് എക്സിൻ്റെ ഇമേജുകൾ അത് ഏത് സെറ്റിലത്തായിരിക്കും? ഏൽത്തത് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പോൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഫ് എസ് ഇസ് ഈക്വൽ ടു എസ് എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 4, അതായത് ഇൻക്ലൂഡിങ് 0 and 4 ഈ വാല്യൂസ് എല്ലാം പെടും. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ട്രൂ? 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്, അതിൽ ഏതാണ് ട്രൂ അല്ലാത്തത്? ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എങ്ങനത്തേനും നോക്കാം. ഓക്കെ, എഫ് ഓഫ് ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ്. അതായത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ജി ഓഫ് എസ് ആദ്യം കണ്ടുപിടിക്കണം, പിന്നെ എന്ത് ചെയ്യണം? എഫ് ഓഫ് ജി ഓഫ് എസ് കാണണം. പിന്നെ ഏതാ വേണ്ടത്? പിന്നെ എഫ് ഓഫ് എസ് ഉണ്ട്, ജി ഓഫ് എഫ് ഓഫ് എസ് ഉണ്ട് അല്ലേ. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ജി ഓഫ് എസ് കാണാൻ, എഫ് ഓഫ് ജി ഓഫ് എസ് കാണാൻ, പിന്നെ എഫ് ഓഫ് എസ് കാണാൻ, ജി ഓഫ് എഫ് ഓഫ് എസ് കാണാൻ. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള സംഗതികളായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഏതാ? എഫ് ഓഫ് എസ്. ഓക്കെ, പിന്നെ എഫ് ഓഫ് എസ് ഒക്കെ അതിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എന്ത് കാണാൻ? ജി ഓഫ് എസ് കാണാൻ, പിന്നെ എഫ് ഓഫ് ജി ഓഫ് എസ് കാണാൻ, പിന്നെ എഫ് ഓഫ് എസ് കാണാൻ, പിന്നെ ജി ഓഫ് എഫ് ഓഫ് എസ് കാണാൻ. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഈക്വൽ ടു എസ്സോ, ഇപ്പോൾ സപ്പോസ് എഫ് ഓഫ് ജി ഓഫ് എസ് നമുക്ക് കിട്ടി, വാല്യൂ കിട്ടി, അതിപ്പോൾ എസ്സിന് ഈക്വൽ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ നോട്ട് ഈക്വൽ ടു എസ് ആണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും. ഇതേപോലെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഈക്വൽ ടു എസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് തെറ്റായിരിക്കും അല്ലേ. ഇതേപോലെ അല്ലെങ്കിൽ അത് തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം മുതൽ ചെയ്തു തുടങ്ങാം. ആദ്യമേ എന്ത് ചെയ്യാം? ജി ഓഫ് എസ് എന്താണ്? ജി ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജി ഓഫ് എ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ജി ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എ. ഇവിടെ അകത്ത് എ എന്നുള്ളത് ഇവിടെ സെറ്റായിട്ട് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എന്ന് പറഞ്ഞിട്ട് വേണം ഈ അകത്തുള്ള സാധനം ഇവിടെ എഴുതാൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? ജി ഓഫ് എസ് കാണും. ജി ഓഫ് എസ്. ജി ഓഫ് എസ് എങ്ങനെയായിരിക്കും? സെറ്റിലത്തെ ഈ കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതാം. സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു ജി ഓഫ് എ. ഇങ്ങനെ ആയതുകൊണ്ട് എന്തായിരിക്കും? ജി ഓഫ് എസ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എസ്. എസ് എന്താ? സെറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. എക്സ് ബിലോങ്സ് ടു ആർ, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് അല്ലേ. അപ്പോൾ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ 0 മുതൽ 4 വരെ. ഈക്വൽ ടു എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു 0 to 4. ഈ സെറ്റിൽ പെടുന്നതായിരിക്കും എന്ത്? എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈ സെറ്റിൽ പെടുന്നതായിരിക്കും. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ അല്ലേ. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ സെറ്റിനകത്ത് വരണം. നോക്കിക്കേ, എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഈ സെറ്റിനകത്ത് വരണം. ഏത് സെറ്റിനകത്ത് വരണം? 0 മുതൽ 4 വരെ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ അതൊക്കെ വരാം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ് അല്ലേ. എക്സ് സ്ക്വയർ അല്ലേ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബിലോങ്സ് ടു
0 to 4. X belongs to R such that അല്ലേ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കണം 0 to 4. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ റിയൽ നമ്പറിൽ ഏതൊക്കെ ആകാം -2 മുതൽ 2 വരെ ആയിക്കൂടെ അല്ലേ -2 മുതൽ 2 വരെ നമുക്ക് എന്താ എന്തിൽ വരാം -2ൻ്റെ സ്ക്വയർ മുതൽ അല്ലേ ഏതൊക്കെ എക്സുകൾ ഇവിടെ എഴുതാൻ പറ്റും -2 മുതൽ 2 വരെയുള്ള എല്ലാ വാല്യൂസിൻ്റെ സ്ക്വയർ ഏതിൽ പെട്ടു 0 മുതൽ 4 വരെ പെട്ടു അല്ലേ അപ്പോൾ ജി ഓഫ് എസ് നമുക്ക് എന്താ കിട്ടി ജി ഓഫ് എസ് is equal to -2 to 2 ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to 2 അല്ലേ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഏതിലായിരിക്കണം ഇവിടുന്ന് എഴുതി വന്ന എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത പോലെ തന്നെ ഇവിടെ എഴുതി ജി ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഓഫ് എ എഴുതിയ പോലെ ജി ഓഫ് എസ് എഴുതി പിന്നെന്താ എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എസ് എന്താണ് 0 to 4 ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എക്സ് സ്ക്വയർ ആണ് അല്ലേ എക്സ് സ്ക്വയർ ബിലോങ്സ് ടു 0 to 4 0 to 4 അതായത് 0 to 4 എക്സ് സ്ക്വയർ വാല്യൂ വരുന്ന എക്സുകൾ ഏതൊക്കെയാണ് -2 മുതൽ 2 വരെയാണ് അപ്പോൾ ജി ഓഫ് എസ് നമുക്ക് കിട്ടി എന്താണ് -2 മുതൽ 2 വരെയാണ് ജി ഓഫ് എസ് കിട്ടി നമുക്ക് ഇവിടെ എഴുതി വെക്കാം ജി ഓഫ് എസ് എന്താണ് -2 to 2 കിട്ടി ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എസ് കാണണം എന്താണ് കാണേണ്ടത് എഫ് ഓഫ് ജി ഓഫ് എസ് ആണ് നമ്മൾ ഇനി കാണേണ്ടത് അല്ലേ എഫ് ഓഫ് ജി ഓഫ് എസ് ആണ് കാണുന്നത് എന്തായിരിക്കും ജി ഓഫ് എസ് നമുക്കറിയാം എന്താ -2 മുതൽ 2 വരെയാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ -2 to 2 ആണ് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -2 to 2 ആണെന്ന് നമ്മൾ ഇവിടെ ആദ്യം കണ്ടുപിടിക്കുന്നത് അല്ലേ -2 to 2 എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് എന്താണ് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എഫ് ഓഫ് -2 മുതൽ 2 അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെയായിരിക്കും ഏത് ഇൻ്റർവെല്ലായിരിക്കും കിട്ടുക ഒരു ഇൻ്റർവെല്ലാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഫംഗ്ഷനാണ് നോക്കുന്നത് അപ്പോൾ അത് നമുക്ക് എന്തായിരിക്കും കിട്ടുക ഒരു ഇൻ്റർവെൽ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ എഫ് ഓഫ് -2 to 2 എന്തായിരിക്കും -2ൻ്റെ സ്ക്വയർ എന്താണ് 4 ആണ് അതുപോലെ 2ൻ്റെ സ്ക്വയർ എന്താ 4 ആണ് ഇതിൻ്റെ ഇടയിലത്തെ വാല്യൂസിൻ്റെ സ്ക്വയർ ഒക്കെ എന്തായിരിക്കും കുറഞ്ഞ് 0 വരെ വരും അല്ലേ ഇതിൻ്റെ ഇടയിലെ വാല്യൂസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ വാല്യൂസ് എങ്ങനെയായിരിക്കും എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റർവെല്ലിൽ എങ്ങനെയായിരിക്കും -2ൻ്റെ സ്ക്വയർ എന്താ 4 ആണ് അതേപോലെ 2ൻ്റെ വാല്യൂ സ്ക്വയർ എന്താണ് 4 ആണ് പിന്നെ ഇതിൻ്റെ ഇടയത്തെ -2ൻ്റെയും 2ൻ്റെ ഇടയത്തെ വാല്യൂസ് 0 വരെ വരുന്നതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരിക 0 ആയിരിക്കും ഏറ്റവും ചെറിയ വാല്യൂ അല്ലേ 0 മുതൽ 4 വരെ ആയിരിക്കും എന്ത് എഫ് ഓഫ് ജി ഓഫ് എസ് അല്ലേ എഫ് ഓഫ് ജി ഓഫ് എസിൻ്റെ വാല്യൂ എന്താ എക്സ് 0 to 4 കിട്ടും 0 to 4 കിട്ടും എഫ് ഓഫ് ജി ഓഫ് എസ് നമുക്ക് എന്താ കിട്ടുക 0 to 4 കിട്ടും അതായത് നോക്കിക്കേ എഫ് ഓഫ് ജി ഓഫ് എസ് എന്താണ് ഈക്വൽ ടു എസ് ആണ് എഫ് ഓഫ് ജി ഓഫ് എസ് എന്താണ് ഈക്വൽ ടു എസ് ആണ് ഓക്കെ എഫ് ഓഫ് ജി ഓഫ് എസ് കിട്ടി നമുക്ക് ഇത് കറക്റ്റാണ് അപ്പോൾ നോട്ട് ട്രൂ അല്ല ഇതെന്താണ് ട്രൂ ആണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് ഇനി നമുക്ക് എന്ത് നോക്കാം ജി ഓഫ് എസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എഫ് ഓഫ് എസ് നോക്കാം അതിന് ശേഷം ജി ഓഫ് എഫ് ഓഫ് എസ് നോക്കാം ഓക്കെ ഇനി നമുക്ക് നോക്കാം എഫ് ഓഫ് എസ് നോക്കാം അല്ലേ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് അല്ലേ അപ്പോൾ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 0 to 4ൻ്റെ എഫ് അല്ലേ 0 to 4ൻ്റെ ഫംഗ്ഷൻ 0 to 4ൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ ആണ് അപ്പോൾ എഫ് ഓഫ് 0 to 4 എന്തായിരിക്കും അതിൻ്റെ സ്ക്വയേഴ്സ് എന്തായിരിക്കും അതൊരു സെറ്റ് തന്നെയായിരിക്കും അല്ലേ 0 മുതൽ 4 വരെയുള്ള വാല്യൂസിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സെറ്റ് എന്തായിരിക്കും 0 മുതൽ 16 വരെ ആയിരിക്കും അല്ലേ 0 സ്ക്വയർ മുതൽ 4ൻ്റെ സ്ക്വയർ എത്ര 16 വരെ അപ്പോൾ എഫ് ഓഫ് എസ് നമുക്ക് കിട്ടിയ എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to 16 എഫ് ഓഫ് എസ് കിട്ടി ഇനി എന്താണ് പിടിക്കണം ജി ഓഫ് എഫ് ഓഫ് എസ് കാണണം അല്ലേ ജി ഓഫ് എഫ് ഓഫ് എസ് കാണണം ജി ഓഫ് എഫ് ഓഫ് എസ് കാണണം ജി ഓഫ് അപ്പം എന്ത് എഴുതണം ഇതിൽ കൊണ്ടുപോയിട്ട് എഴുതണം ജി ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എന്താ ഈക്വൽ ടു സെറ്റ് എക്സ് ബിലോങ്സ് ടു ആർ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു അല്ലേ ജി ഓഫ് എ എന്താണ് ഇവിടെ എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എ ആണോ എന്നുള്ളത് ജി ഓഫ് എഫ് ഓഫ് എസ് എന്തായിരിക്കും എഫ് ഓഫ് എക്സ് ബിലോങ്സ് ടു എഫ് ഓഫ് എസ് ഓക്കെ is equal to set x belongs to R such that f of x belongs to f of x എന്ന് പറഞ്ഞാൽ എന്താ x സ്ക്വയർ ആണ് അല്ലേ x സ്ക്വയർ belongs to f of s എന്താണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും f of s എന്താണ് 0 to 16 ക്ലോസ്ഡ് ഇന്റർവൽ 0 to 16 നോക്കിക്കേ x സ്ക്വയർ ഇന്റർവെല്ലിൽ വരണം അങ്ങനെയാണെങ്കിൽ വരേണ്ട എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും x സ്ക്വയർ 0 to 16 വരുന്നതെങ്കിൽ
നമുക്ക് -4 മുതൽ 4 വരെയുള്ള വാല്യൂസിൻ്റെ റിയൽ നമ്പേഴ്സ് ആണല്ലോ. അപ്പോൾ -4 മുതൽ 4 വരെയുള്ള വാല്യൂസിൻ്റെ സ്ക്വയർ വാല്യൂസ് ആയിരിക്കും 0 മുതൽ 16 വരെ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ ആയിരിക്കും? -4 മുതൽ 4 വരെയാണ്. അപ്പോൾ ജി ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? -4 മുതൽ 4 വരെയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബിൻ്റെ ജി ഓഫ് എഫ് ഓഫ് എസ് എന്താണ്? -4 മുതൽ 4 വരെയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എസ് ആണോ? വിച്ച് ഈസ് ഈക്വൽ എസ് ആണോ? വിച്ച് നോട്ട് ഈക്വൽ ടു എസ് ആണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു എസ് നോട്ട് ട്രൂ എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എസ്. -4 മുതൽ 4 വരെയാണ് ജി ഓഫ് എഫ് ഓഫ് എസ്. വിച്ച് നോട്ട് ഈക്വൽ ടു എസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ടു എസ് തന്നെയാണ്. ഓക്കെ, എസിന് ഈക്വൽ അല്ല, ശരിയാണ്. അപ്പോൾ ഇതും ട്രൂത്താണ്. പിന്നെ ഏതാണ് നോക്കാം. അപ്പോൾ ഇത് ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ജി ഓഫ് എഫ് ഓഫ് എസ്. ജി ഓഫ് എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താ? -4 മുതൽ 4 വരെയുള്ള ഇത് വെച്ച് ചെയ്യലും ജി ഓഫ് എസ്. ജി ഓഫ് എസ് എന്താണ്? -2 to 2. രണ്ടും ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ എന്തല്ല? ട്രൂ അല്ല, ഫാൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് എന്ത്? നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ.